രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് മിസ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റി ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ബെക്ടേഴ്സ് ഫുഡ് 10.5% ഉയർന്ന് 1784 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 74.49, 52 വീക്ക് ഹൈ 1848, 52 വീക്ക് ലോ 918. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മിസ് ബെക്ടേഴ്സ് ഫുഡ് 36% റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ 58% റിട്ടേണും നൽകി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 75% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ്. ബെക്ടേഴ്സ് ഫുഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, കമ്പനി QIP വഴി 400 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നു. 1550 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഷെയറുകൾ സെൽ ചെയ്താണ് കമ്പനി 400 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഈ ഫണ്ട് റൈസ് ചെയ്യുന്നത് കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത തീർക്കുന്നതിനും പുതിയ സബ്സിഡറിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനും പുതിയ പ്രോജക്റ്റുകൾക്ക് ഫിനാൻസിംഗ് നൽകുന്നതിനും വേണ്ടിയാണ്. ബെക്ടേഴ്സ് ഫുഡ് മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 2 വർഷം കൊണ്ട് സ്റ്റോക്ക് 346% റിട്ടേൺ നൽകി. കൂടാതെ കമ്പനി അഗ്രസീവ് എക്സ്പാൻഷനിൽ വിശ്വസിക്കുന്നു. മൾട്ടിപ്പിൾ സ്റ്റേറ്റിൽ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബെക്ടേഴ്സ് ഫുഡ് ക്രെമിക്ക എന്ന പേരിൽ ബിസ്ക്കറ്റും ഇംഗ്ലീഷ് ഓവൻ എന്ന പേരിൽ ബേക്കറി പ്രോഡക്റ്റും നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. ബെക്ടേഴ്സ് ഫുഡിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കിയാൽ അത്ര മികച്ച ക്വാർട്ടർലി റിസൾട്ട് അല്ല ഇപ്രാവശ്യം കാഴ്ചവെച്ചത്. നെറ്റ് പ്രോഫിറ്റിൽ കൺസോൾട്ടേഷൻ കാണാം. 35 കോടിക്ക് അടുത്തുള്ള നെറ്റ് പ്രോഫിറ്റാണ് കഴിഞ്ഞ 4 ക്വാർട്ടറുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ 5 ക്വാർട്ടറുകളായി കമ്പനി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ 15%-അടുത്താണ്. സെയിൽസ് 374 കോടിയിൽ നിന്ന് 439 കോടിക്ക് അടുത്തെത്തി. 375-നും 425-നും ഇടയിലുള്ള സെയിൽസാണ് കഴിഞ്ഞ 4 ക്വാർട്ടറുകളായി കമ്പനി നേടിയിരിക്കുന്നത്. അതേസമയം അഗ്രസീവ് എക്സ്പാൻഷൻ മൂലം വരും സമയങ്ങളിൽ കമ്പനി ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 23%, പ്രോഫിറ്റ് ഗ്രോത്ത് 25%, ROE 18%-അടുത്ത്. പ്രൊമോട്ടേഴ്സിന് 51.19% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9.3-ൽ നിന്നും 8.2-ലേക്ക് ഇടിഞ്ഞു. DASന് 20.7, പബ്ലിക്കിന് 19.8%-അടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗും. 604 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 245 കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത്. 1500 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണായിരുന്നു. ഈ റെസിസ്റ്റൻസിനെ സ്റ്റോക്കിൽ റീസെൻ്റ്ലി ബ്രേക്ക് ചെയ്യുകയും അവിടെ നിന്നും 1800 വരെ ഉയരുകയും ചെയ്തു. ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് 1550, 1500 തുടങ്ങിയ ലെവലുകളെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവിടെ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് SBI കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. മാർക്കറ്റിൽ ലിസ്റ്റഡായ കാലം മുതൽ അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു ക്വാളിറ്റി സ്റ്റോക്കാണ് SBI കാർഡ് എന്ന സ്റ്റോക്ക്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 4% ഉയർന്ന് 800 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 76,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 31.55, ഡിവിഡൻഡ് yield 0.31%, 52 വീക്ക് ലോ 647, 52 വീക്ക് ഹൈ 887. 6 മാസം കൊണ്ട് 13%-അടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 5%-അടുത്ത് നെഗറ്റീവ് റിട്ടേണാണ് നൽകിയത്. ആദ്യം തന്നെ SBI കാർഡ് എന്ന സ്റ്റോക്കിൽ ബൈയിങ് വന്നതിന് പിന്നിലെ കാരണം മനസ്സിലാക്കാം. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ഗോൾഡ്മാൻ സാൻസ് SBI കാർഡിൻ്റെ റേറ്റിംഗ് സെല്ലിൽ നിന്നും ബൈയിലേക്ക് മാറ്റുകയും 913 രൂപയുടെ ടാർഗറ്റ് നൽകിയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് SBI കാർഡ് എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. മുമ്പ് ഗോൾഡ്മാൻ സാൻസ് സെൽ എന്ന റേറ്റിംഗും 652 രൂപയുടെ ടാർഗറ്റുമായിരുന്നു SBI കാർഡിന് നൽകിയിരുന്നത്. ഗോൾഡ്മാൻ സാൻസിൻ്റെ ബ്രോക്കേജ് റാഷണൽസ് നമ്മൾ പരിശോധിച്ചാൽ കമ്പനിയിൽ തുടർന്ന് വന്ന ഡൗൺ സൈക്കിൾ അതിൻ്റെ ബോട്ടം ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും കമ്പനിയുടെ പെർഫോമൻസ് ഉയരും എന്നാണ് ഗോൾഡ്മാൻ സാൻസ് പറയുന്നത്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഫ്ലാറ്റ് പെർഫോമൻസ് ആയിരുന്നു കമ്പനി കാഴ്ചവെച്ചത്. നെറ്റ് പ്രോഫിറ്റ് 594 കോടിക്ക് അടുത്ത്. ഒരു വർഷം മുമ്പ് 593 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു. ഇയർ ഓൺ ഇയറിൽ റവന്യൂ 4046 കോടിയിൽ നിന്നും 4483 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം ഗോൾഡ്മാൻസ് SBI എന്ന സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. 841-ൽ നിന്നും 742-ലേക്കാണ് സെൽ എന്ന റേറ്റിംഗ് ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ഗോൾഡ്മാൻ സാൻസിൻ്റെ 742 എന്ന ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ഇനി കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 22%, പ്രോഫിറ്റ് ഗ്രോത്ത് 35%, ROE 33%-അടുത്ത്. SBI കാർഡിൻ്റെ NPAയിലും വർധനവുണ്ടായിട്ടുണ്ട് ഈ ക്വാർട്ടർലി റിസൾട്ടിൽ. ഈ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമായിരുന്നു. ഗ്രോസ് NPA 2.4-ൽ നിന്നും 3.06-ലേക്കും നെറ്റ് NPA 0.8-ൽ നിന്നും 1.1-ലേക്കും ഉയർന്നിരുന്നു.
കമ്പനിയുടെ ഫിനാൻസിംഗ് മാർജിനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. കൂടാതെ റവന്യൂ നോക്കിയാൽ റവന്യൂ 3912 നിന്നും 4359 ഉയർന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ അത്ര വലിയ വർധനവ് കാണുന്നില്ല. നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്ലാറ്റാണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ 662 നിന്ന് നെറ്റ് പ്രോഫിറ്റ് 594 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. ഈ കമ്പനിയിൽ FIS സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. 8.5 നിന്നും 8.7 സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഏകദേശം ഫ്ലാറ്റാണ്, 16.5. പ്രൊമോട്ടേഴ്സിന് 68%, പബ്ലിക്കിന് 6%-നടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ്. SBI കാർഡ് എന്ന സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 700 മൾട്ടിപ്പിൾ ബോട്ടം സപ്പോർട്ടാണ്. 700 എന്ന റേഞ്ചിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാം. ഒരല്പം പേഷ്യൻസ് ഉള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ മാർക്കറ്റിൽ ദീർഘകാലം സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ SBI കാർഡ് പോലുള്ള സ്റ്റോക്കുകളെ പരിഗണിക്കാവൂ. ഇവിടെ നിന്നും വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഡൗൺവേർഡ് ട്രെൻഡിലാണ്. 850 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ വീക്ക്ലി ബേസിസിൽ ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നു. ഇവിടെ നിന്നും 880, 900 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. SBI കാർഡ് എന്ന സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ 680 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്